രാജ്യം കാത്തിരുന്ന ഒരു വലിയ വാർത്ത എത്തിയിരിക്കുന്നു. ഒരു വമ്പൻ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ രാജ്യത്തെ ഏറെ വേദനിപ്പിച്ച ഒരു വലിയ സംഭവമായിരുന്നു മുംബൈ സ്ഫോടനം. ആ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായ തഹവാർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കൻ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ആ ഒരു തീരുമാനം അംഗീകരിച്ചിരിക്കുന്നു. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാന പ്രതിയായ കനേഡിയൻ പൗരത്വമുള്ള കനേഡിയൻ പൗരനായ റാണ, പക്ഷേ റാണ പാക് വംശജനാണ്. ഈ റാണയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയ അന്നു മുതൽ നടത്തിയ നിയമ പോരാട്ടങ്ങളും നയതന്ത്ര നീക്കങ്ങളുമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിന് തൊട്ടടുത്ത ദിവസം ജനുവരി 21 US സുപ്രീം കോടതി റാണയുടെ അപ്പീൽ തള്ളിയത്. നേരത്തെ സാൻ ഫ്രാൻസിസ്കോയിലെ നോർത്ത് സർക്യൂട്ടിനായുള്ള US കോർട്ട് ഓഫ് അപ്പീൽ ഉൾപ്പെടെ നിരവധി കോടതികളിൽ റാണ ഈ ഇന്ത്യയിലേക്ക് തന്നെ വിട്ടുകൊടുക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് നിയമപോരാട്ടം നടത്തിയിരുന്നു. അതെല്ലാം തള്ളിയതിനു ശേഷം അവസാനത്തെ ആശ്രയമായിരുന്നു, അല്ലെങ്കിൽ പിടിവള്ളിയായിരുന്നു US സുപ്രീം കോർട്ട്. ഇപ്പോൾ അവിടെ നിന്നും അന്തിമ വിധി എത്തിയിരിക്കുന്നു. തഹവാർ റാണയെ ഇന്ത്യക്ക് കൈമാറണമെന്ന് ഇത് ഇന്ത്യ വളരെ കാലമായി തന്നെ പറയുന്ന ഒരു കാര്യമായിരുന്നു, ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഈ ഭീകരനെ വിട്ടുകിട്ടണമെന്ന്. കാരണം ഇന്ത്യക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു മുംബൈ ഭീകരാക്രമണം. ഇന്ത്യക്ക് ഏറ്റ ഒരു മുറിവായിരുന്നു. അതിന് പ്രതികാരം ചെയ്യേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അമിത്ഷാ അടക്കമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അതിൽ ഉണ്ടായിരുന്ന ചില പ്രതികളെ അജ്ഞാതർ പാകിസ്ഥാൻ്റെ വിവിധ ഇടങ്ങളിൽ കൊലപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ അതിൻ്റെ ഒരു മുഖ്യ സൂത്രധാരനായ തഹവാർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനമായിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ റാണ ഉള്ളത് ലോസ് ഏഞ്ചലസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെൻ്ററിലാണുള്ളത്. അടുത്ത് തന്നെ കൈമാറ്റം നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.